ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യലായ കായ്പോളയുമായിട്ടാണ്. നമ്മളിൽ പലരും കായ്പോള എന്താണെന്ന് കേട്ടിട്ടും ഉണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവില്ല അല്ലേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കായ്പോള. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഏത്തപ്പഴം കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഒത്തിരി ഇഷ്ടമാകും. അത്രയധികം ടേസ്റ്റിയാണ് കായ്പോള. അപ്പം നമുക്ക് ഈ കായ്പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂടുതൽ ആൾക്കാരും തന്നെ എൻ്റെ FB ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എൻ്റെ FB ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇടത്തരം 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴമാണ് കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി കട്ടി കുറഞ്ഞ് വരാൻ പാടില്ല. ഒത്തിരി കട്ടി കുറഞ്ഞാലും നമ്മൾ നെയ്യിലിട്ട് വരട്ടുമ്പോഴത്തേക്ക് ഏത്തപ്പഴം ഉടഞ്ഞു പോകും. അപ്പം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പഴം അരിഞ്ഞ് വെച്ചതിന് ശേഷം ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. വറുത്തെടുത്ത മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ വേണം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വരട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും നെയ്യ് കൂടുതൽ ഇഷ്ടമാകും. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഏത്തപ്പഴം ഒന്ന് വരട്ടിയെടുക്കുക. ഏത്തപ്പഴം വരട്ടിയെടുക്കുമ്പോൾ ചട്ടുക ഉപയോഗിച്ച് ഒത്തിരി ഇളക്കാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏത്തപ്പഴം നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ കിട്ടുന്ന ഏത്തപ്പഴത്തിന് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള നാടൻ ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് വാങ്ങി വെക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്താൽ മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പാലിന് പകരം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ കലക്കി എടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആകും. ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, മുട്ടയും പഞ്ചസാരയൊക്കെ ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വരട്ടി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അത് ഫുള്ളായിട്ട് ഇടാൻ പാടില്ല, പകുതി മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. നമുക്കിത് വേണമെങ്കിൽ ഓവൻ്റെ അകത്ത് വെച്ച് ബേക്ക് ചെയ്തും എടുക്കാം. പക്ഷേ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് അടുപ്പിൽ വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും. നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ഡയറക്റ്റ് അടുപ്പിൽ വയ്ക്കാൻ പാടില്ല. അടിയിൽ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രൈ പാൻ്റെ പുറത്ത് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. അപ്പം അതിന് ശേഷം പാത്രം ചൂടായതിന് ശേഷം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നല്ലതുപോലെ ആ പാത്രത്തിൽ നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 20-25 മിനിറ്റ് ചെറു തീയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഓക്കെ, ഒരടപ്പ് വെച്ച് ഇതൊന്ന് മൂടി വെച്ച് 20-25 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്
നമ്മൾ ബാലൻസ് ഉള്ള നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമുക്കിതിൽ ഇട്ട് കൊടുക്കണം. ഒത്തിരി നേരം കഴിഞ്ഞാൽ മേൽഭാഗം ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതതിൽ മിക്സ് ആവത്തില്ല. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റും കൂടെ ചെറുതീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കണം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതീ തന്നെ ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡിയാണ്. നമ്മളിത് തണുത്തതിന് ശേഷം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. തണുക്കുന്നതിന് മുന്നേ മാറ്റിയാൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഒരു പാത്രം, ഇപ്പോൾ തണുത്തിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മുടെ കായ്പോള ഇവിടെ റെഡിയാണ്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കായ്പോള ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.